എക്സ്പ്രസ്. കയറിയ പാടനെ നമുക്ക് സ്നാക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടുവെള്ളവും കോഫി ഉണ്ടാക്കാനുള്ള. ഒക്കെ നമ്മൾ കഴിച്ചു. എങ്ങനെയുണ്ട് കോഫി? കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹനാന അവിടെ നിന്ന് ജോയിൻ ചെയ്തു. മൂന്ന് മാസം പ്രായമായ ബേബിനെയും കൊണ്ടാണ് ഹനാന വന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. സീറ്റിലിരിക്കുമ്പോഴത്തേനും അവൻ കരയും. അതുകൊണ്ട് ഇവള് ഫുൾ ടൈം ട്രെയിനിലൂടെ നടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിന്. ഒരു 6:30 ആയപ്പോഴത്തേനും നമ്മൾ തൃശ്ശൂരെത്തി. അവിടെ അമീനൻ്റെ കസിന് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. കസിൻ്റെ കൂടെ പിന്നെ കാറിലാണ് നമ്മൾ അമീനൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ബ്രൈഡ് എൻട്രി ആയി, ഗ്രൂമിൻ്റെ എൻട്രി ആയി. അങ്ങനെ പിന്നെ ആകെ ബഹളായി. അമീൻ ആരാന്ന് വെച്ചാൽ, ഞാൻ മജ്ലിസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊളീഗായിട്ട് കിട്ടിയതാണ് അമീനനെയും ഹനാനനെയും ഒക്കെ. പക്ഷേ കൊളീഗിനപ്പുറം നമ്മൾ നല്ല ഫ്രണ്ട്സായി എന്നുള്ളതാണ്. നമ്മൾ പിന്നെ അവിടെ ഒരു റൂമൊക്കെ എടുത്ത് പുറത്ത് വീടൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ആയിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊളീഗ് എന്നുള്ള ഫീല് നമുക്ക് ഉണ്ടായിട്ടില്ല. താങ്കൾ ആദ്യമായിട്ടാണോ തൃശ്ശൂർ കല്യാണം കൂടുന്നത്? അതെ, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ രണ്ടുപേരും തൃശ്ശൂർ കല്യാണം ആദ്യമായിട്ട് കൂടുകയാണല്ലേ? നീയോ? നിങ്ങൾ കല്യാണം ആദ്യമായിട്ടാണോ കൂടുന്നത്? അതെ, ഫസ്റ്റ് കല്യാണം അമീനന്റെ കല്യാണമാണ് ഇവന്. അപ്പോ ഇതിലാർക്കാ പാചകം ബെറ്റർ ആയിട്ട് അറിയുന്ന? കുക്കിംഗ് ബ്രൈഡിനാണോ ഗ്രൂമിനാണോ? ബ്രൈഡിനാണ്. ഗ്രൂമിനൊന്നും അറിഞ്ഞൂടാ. ഗ്രൂമിനെ വിട്ടിട്ട് ഓഡിയൻസിൽ കുറെ ആൾക്കാർ ഗ്രൂമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൂമിന് ഫോളോ ആക്കാൻ അറിയാൻ പോലും. ഞാനല്ല, ഓഡിയൻസിൽ നിന്ന് വന്ന കമന്റ് ആണ്. എന്നെ ഇതിലേക്ക് വലിച്ചു വെക്കരുത്. ഐ ആം ജസ്റ്റ് യുവർ ഹോസ്റ്റ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ബ്രൈഡാണോ ഗ്രൂമാണോ എന്താ ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗിവ് ദ ഓഡിയൻസ് എ ചാൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം? അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താ ആരാ ആദ്യം മാപ്പ് കൊടുക്കുന്നേന്നാ ചോദ്യം. ബ്രൈഡാണോ ഗ്രൂമാണോ? ഒരു ഷോ ബ്രൈഡിന് ഒരു മനസാക്ഷി ഉണ്ട്. ബ്രൈഡ് ഗ്രൂം എന്ന് പറയും. ഗ്രൂം എപ്പോഴും ക്ഷമിക്കുന്നതെന്ന്. നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. നല്ല നെയ്ച്ചോറും ബീഫ് കറിയേനും ഉണ്ടായിനെ. ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേനും ഗ്രൂമിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണ ദിവസമായി. ഞാനും ഹനാനെ രാവിലെ തന്നെ മാറ്റി നേരെ ഓഡിറ്റോറിയത്തിൽ പോയി. അമീനൻ്റെ കുടുംബത്തിലെ ആരുടെയൊക്കെയോ കൂടെയാണ് ഞങ്ങൾ പോയത്. ഇതാണ് അമീന. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. മന്തിയും അൽഫാമും ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. നല്ല ഫുഡ് തന്നെ ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ വന്നു. നമുക്ക് 8 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അമീനൻ്റെ കസിൻ തന്നെയാണ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തത്.
ട്രെയിൻ ഒരു 50 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ വന്ദേ ഭാരത് വന്നു, നമ്മളതിൽ കയറി. സത്യം പറഞ്ഞാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഞാൻ ഇതിന് മുന്നും യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിനുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. പൊതുവേ ട്രെയിനിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് എത്തിയപ്പം ഹനാന ഇറങ്ങി. പിന്നെ ഒരു 11 മണിയായിട്ടുണ്ട് കണ്ണൂർ എത്തിയപ്പം. അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങി. എന്നെ ആഷിക്ക് പിക്ക് ചെയ്യാൻ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു, കല്യാണം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.